നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. മെയ് മാസത്തെ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട വളരെ സന്തോഷകരമായ വാർത്തയുമായിട്ടാണ് ഇൻഫർമേഷൻ വീഡിയോസ് വന്നിട്ടുള്ളത്. മെയ് മാസത്തിൽ ആർക്കെല്ലാമാണ് 2 മാസത്തെ പെൻഷനായി 3200 രൂപ ലഭിക്കുക, എന്തെല്ലാം കാര്യങ്ങൾ മുൻകൂട്ടി ശ്രദ്ധിക്കണം എന്നതിനെക്കുറിച്ചെല്ലാം നോക്കാം. അതിനുമുമ്പായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനലിൽ ഒരു തരത്തിലുള്ള മത രാഷ്ട്രീയ കാര്യങ്ങളും വരുന്നതല്ല. ഗവൺമെൻറ് ലഭിക്കുന്ന സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസ് വരുന്നത്. ശ്രദ്ധിക്കുക, ഒരുപാട് ആളുകൾ പഴയ വീഡിയോസുകൾ കണ്ട് ആനുകൂല്യങ്ങൾ ഇപ്പോൾ നിലവിലില്ല, ഞങ്ങൾ അറിഞ്ഞില്ല, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിക്കാറുണ്ട്. അങ്ങനെയുള്ള ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഗവൺമെൻറ് സേവനങ്ങളിൽ എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് വെക്കുക. മെയ് മാസത്തിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞതുപോലെ തന്നെ മെയ് മാസത്തെ പെൻഷനും കഴിഞ്ഞ വർഷത്തെ കുടിശ്ശികയായ 1600 രൂപയും കൂടി 2 മാസത്തെ പെൻഷൻ ഇവർക്ക് ലഭിക്കും. സാധാരണഗതിയിൽ 15-ാം തീയതിക്ക് ശേഷമാണ് പെൻഷൻ സാധാരണഗതിയിൽ ലഭിക്കാറ്. എന്നാൽ ഇപ്രാവശ്യം 10-ാം തീയതിക്ക് മുമ്പ് തന്നെ പെൻഷൻ പണം നൽകാനാണ് ഇപ്പോൾ സർക്കാർ ആലോചിക്കുന്നത്. നമുക്കറിയാം, സർക്കാരിൻ്റെ 4ാം വാർഷികാഘോഷം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പേരിൽ പ്രതിപക്ഷവും മറ്റ് പ്രതിപക്ഷ സംഘടനകളും ഒരുപാട് പരാതികളും മറ്റും പറയുന്നത് കൊണ്ട് തന്നെ നേരിട്ട് ജനങ്ങളിലേക്ക് എത്തുന്ന പെൻഷൻ പോലത്തെ സംഗതികൾ എത്രയും പെട്ടെന്ന് നൽകാനാണ് ഇപ്പോൾ സർക്കാർ ആലോചിക്കുന്നത്. എന്നാൽ നമ്മൾ ഇതിൽ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. സർക്കാരിൻ്റെ ഏറ്റവും പുതിയ നിർദ്ദേശങ്ങളനുസരിച്ച് ഒരുപാട് ആളുകൾ പെൻഷനിൽ നിന്ന് പുറത്താണ്. സ്വന്തമായി 4 ചക്ര വാഹനമുള്ള ആളുകളാണെങ്കിൽ അവർക്ക് പെൻഷൻ അർഹതയില്ലെന്നാണ് ഇപ്പോൾ സർക്കാർ പറയുന്നത്. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷയമാണ് 2000 സ്ക്വയർ ഫീറ്റ് മേലെ വീട്ടിൽ താമസിക്കുന്ന ആളുകൾ, 1 ഏക്കറിന് മേലെ ഭൂമിയിലുള്ള ആളുകൾ, കുടുംബത്തിലെ ആർക്കെങ്കിലും ഗവൺമെൻറ് ജോലിയുള്ള ആളുകൾ, അങ്ങനെയുള്ള ആളുകൾക്ക് പെൻഷൻ ലഭിക്കില്ലെന്നാണ് ഇപ്പോൾ സർക്കാർ പറയുന്നത്. കഴിഞ്ഞ മാസങ്ങളിലും അതിൻ്റെ മുമ്പത്തെ മാസങ്ങളിലെല്ലാം ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി ഒരുപാട് ആളുകൾ പെൻഷനിൽ നിന്ന് പുറത്തായിട്ടുണ്ട്. ഏതായാലും ഇതിൻ്റെ വരും കാര്യങ്ങൾ, എന്നാണ് പെൻഷൻ ലഭിക്കുക എന്നുള്ള കാര്യങ്ങളെല്ലാം വരും വീഡിയോസിൽ തന്നെ നമുക്ക് അറിയാൻ സാധിക്കും. 2 മാസത്തെ പെൻഷൻ കുടിശ്ശികയാണ് അവർക്ക് ലഭിക്കുക. 1 മാസത്തെ പെൻഷനും 1 മാസത്തെ കുടിശ്ശികയും കൂടി 3200 രൂപ അവരുടെ അക്കൗണ്ടുകളിൽ എത്തുന്നതാണ്. 2024-25 സാമ്പത്തിക വർഷത്തിൽ കുടിശ്ശിക ആളുകൾക്കാണ് 1 മാസത്തെ കുടിശ്ശിക ലഭിക്കുക. 2025 ജനുവരി 1 മുതൽ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് കുടിശ്ശികയില്ലാത്തത് കൊണ്ട് തന്നെ അവർക്ക് 1 മാസത്തെ പെൻഷനായി 1600 രൂപ മാത്രമാണ് ലഭിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ചെറിയൊരു വീഡിയോ ആണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മറ്റു കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.